ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാഹ് ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം നല്ല സോഫ്റ്റ് പോലെ നല്ല പഞ്ഞി പോലെ ഉള്ള നമുക്കൊരു അപ്പമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നമ്മളിതിൽ ആകെ 1 ടീസ്പൂൺ ഉഴുന്ന് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾക്ക് അരച്ചുടനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുക നോക്കിയാലോ. അപ്പം നമ്മൾ സാധാരണ അരി ആദ്യം കുതിർക്കണം, പിന്നെ മാവ് ആട്ടിയിട്ട് ആ മാവിനെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം, അങ്ങനെയല്ലേ. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന, പെട്ടെന്ന് മീൻസ് നമുക്ക് അരി മാത്രം കുതിർത്താൽ മതി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 1 കപ്പ് ഇപ്പം ഞാൻ കാണിച്ചല്ലോ, അതിന് 1 കപ്പാണ് അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഉഴുന്ന് നമുക്ക് വളരെ കുറവ് തന്നെ മതി കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അരി നന്നായിട്ട് കഴുകണം, കാരണം ഇത് കുതിർക്കുമ്പോൾ നമ്മൾ തേങ്ങ ഇട്ടിട്ടാണ് കുതിർക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് കഴുകാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പം നന്നായിട്ട് തന്നെ 4-5 തവണ നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുക കേട്ടോ. അപ്പം അത് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ആ ബ്ലാക്ക് പോർഷനൊക്കെ ഒന്ന് കളഞ്ഞ് വൈറ്റ് ഭാഗം മാത്രം എടുത്തിട്ടുള്ള തേങ്ങയാണ് കേട്ടോ. നമ്മുടെ അപ്പത്തിന് നല്ലൊരു കളർ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്തിട്ടുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് 1/2 കപ്പ് 1/4 കപ്പ് വരെയൊക്കെ എടുക്കാം കേട്ടോ. നമുക്ക് 1/4 കപ്പ് ധാരാളമാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണ് ഉണ്ടെങ്കിൽ കൂട്ടിയെടുക്കാം. 1/4 കപ്പ് ചോറും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1/4 കപ്പ് തേങ്ങയും 1/4 കപ്പ് ചോറും നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്തു. നമ്മൾ അരി എടുത്തിട്ടുള്ള ആ സെയിം കപ്പിൽ 1 കപ്പ് വെള്ളം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് കുറേശ്ശെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തിരുമ്മിയിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ടല്ല, കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തിരുമ്മി കൊടുക്കുക. ഞാൻ 1 കപ്പ് വെള്ളം ഫുള്ളായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം എന്ന് കരുതി നിങ്ങളെടുത്ത അരിയും തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു അളവിലേക്ക് തന്നെ നിർബന്ധമൊന്നുമില്ല. കാരണം നിങ്ങളുടെ എടുക്കുന്ന അരിക്കനുസരിച്ചിട്ടായിരിക്കും വെള്ളത്തിന്റെ കൂടലും കുറവ് കേട്ടോ. അപ്പൊ നമുക്ക് വെള്ളം നിൽക്കേണ്ടത് ഇതുപോലെയാണ്. നമ്മുടെ ഈ ഒരു കുതിർക്കാൻ വെക്കുന്ന സംഭവം ഈ രീതിക്കാണ് വേണ്ടത്. ആ രീതി ആവുന്നത് വരക്കുള്ള വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അരിയും വെള്ളത്തിന്റെ ഒക്കെ ലെവല് കറക്റ്റ് ആയിട്ട്. ഇനിയിപ്പോ അരി ഇത്തിരി മുകളിൽ ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ ആയാലും ഓവറായിട്ടല്ല, വെള്ളം കണ്ട ഈ ഒരു ലെവലിൽ കൂട്ടിയിട്ട് നിൽക്കരുത്. അരിയും വെള്ളം കൂടെ ഒപ്പായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ആ രീതിയിലേ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. കാരണം ഇതിൽ വെള്ളം കൂടുതലുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാനും പറ്റില്ല. ഇതിലുള്ള വെള്ളം കൊണ്ട് മാത്രം നമ്മൾ അരച്ചെടുക്കുകയും ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം അതിനുശേഷം ഒരു 5-6 മണിക്കൂർ അത് നമ്മൾ അങ്ങനെ കുതിർക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് വെച്ചെങ്കിൽ രാത്രിയിൽ കിടക്കുമ്പോൾ ഇതുപോലെ ചെയ്തു വെച്ചാൽ മതി. എന്നിട്ട് രാവിലെ എണീറ്റ് അരച്ചിട്ട് നമുക്ക് ചുട്ടെടുത്താൽ മതി. അപ്പം ഞാനിത് ഉണ്ടാക്കുന്നത് രാത്രിയിലേക്കാണ്. അപ്പം ഞാനിത് രാവിലെയാണ് വെള്ളത്തിലിട്ട് വെച്ചത് കേട്ടോ. അപ്പം രാവിലെ നമ്മൾ എണീറ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതതുപോലെ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു 5-6 മണിക്കൂറിന് ശേഷം നമുക്ക് ഇത് അരച്ചെടുക്കുകയാണ്. അപ്പം ഞാൻ 2 ബാച്ചായിട്ടാണ് അരക്കുന്നത്, കുറച്ച് കൂടുതലുണ്ടല്ലോ അതിൻ്റെ പേരിലാണ്. അപ്പൊ ആദ്യം ഞാനൊരു സ്പൂൺ വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ച് കൊടുത്തു. എന്നിട്ടാണ് നമുക്കിത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് രണ്ട് ബാച്ച് അരയ്ക്കുമ്പോൾ അത് രണ്ടിലേക്കുള്ള വെള്ളം അതിൽ തന്നെ ഉണ്ടാവണം കേട്ടോ അരയ്ക്കാന്. അപ്പൊ അതേ അളവിലേക്ക് വേണം നമുക്ക് ഇതിൽ കുറച്ച് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ആദ്യത്തെ ബാച്ച് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു തേങ്ങയും ചോറും അതുപോലെ തന്നെ അരിയും ഒക്കെ നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പൊ ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടെ അരച്ചെടുക്കാം കേട്ടോ. നിങ്ങളുടെ മിക്സിയുടെ ജാറിൽ ഒറ്റയടിക്ക് അരക്കാനുള്ള ബാറ്റർ അരി ഉള്ളൂ വെച്ചെങ്കിൽ ഒറ്റയടിക്ക് തന്നെ അരച്ചെടുത്താൽ മതി. അപ്പൊ ബാക്കി മുഴുവനും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വേറെ വെള്ളം ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ. നമ്മൾ അരിയിലുള്ള വെള്ളം മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അപ്പൊ അരിയിൽ വെള്ളം ഒഴിച്ചു വെക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ രണ്ടാമത്തതും അരച്ചെടുത്തിട്ടുണ്ട്. കണ്ട നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അതും ആ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ബാറ്ററി ഇരിക്കുന്നത് കറക്റ്റ് പാകത്തിലാണ് നമ്മുടെ ഒരു ബാറ്ററി ഇരിക്കുന്നത്. അതിന്റെ പേരിൽ നമുക്ക് ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ.
അപ്പോൾ 2 ടീസ്പൂൺ വെള്ളം ഞാൻ 2 തവണ ആയിട്ട് ഒഴിച്ചിട്ടാണ് മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വെള്ളം കൂടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു, നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഒരു അരമണിക്കൂർ അവിടെ ഇരുന്നോട്ടെ. ഒത്തിരി ടൈമൊന്നുമില്ല. നമ്മൾ സാധാരണ രാവിലെ അരി വെള്ളത്തിയിട്ട് രാത്രി അരച്ച് രാത്രി നേരം വെളുക്കുന്നവരെ നമ്മൾ മാവ് പൊങ്ങാനും വെക്കാറുണ്ട്. അപ്പം അത്രയ്ക്കൊന്നും നമുക്ക് ഇതിൻ്റെ ടൈമിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് അരമണിക്കൂർ ഒന്ന് ഇരുന്നോട്ടെ. കാരണം നമ്മൾ രാവിലെ എണീറ്റ ഭാഗം ഇതൊന്ന് അരച്ച് വെച്ചിട്ട് നമ്മുടെ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു അരമണിക്കൂറൊക്കെ കഴിയുമല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ മാവ് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഒരു അരമണിക്കൂർ ഇരുന്നോട്ടെ. നമ്മൾ അരച്ചിട്ടുള്ളതൊന്ന് മാവൊക്കെ ഒന്ന് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൽ ബേക്കിംഗ് സോഡയോ അതുപോലെ ഈസ്റ്റോ ഇനോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതൊന്നും ചേർക്കാൻ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് നമുക്ക് നമ്മുടെ അപ്പം റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ അരമണിക്കൂറിന് ശേഷമാണ് ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. 25 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇതാ അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ചെറിയൊരു പുളിയൊക്കെ ഉണ്ടാവും നമ്മുടെ ഈ ഒരു മാവ് കേട്ടോ. അപ്പം ഇനി നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പം ഞാനിതൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനിപ്പോൾ മാവ് കോരി ഒഴിച്ചു കൊടുക്കുന്നത്. ഹൈ ഫ്ലെയിമിലിട്ട് മാവ് കോരി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു ബബിൾസ് വരവൊക്കെ നിൽക്കുമല്ലോ, ആ ഹോൾസ് വരവൊക്കെ നിന്ന ശേഷം മാത്രമാണ് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇടുക. എന്നിട്ട് 2-3 സെക്കൻഡ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഹോൾസ് വരവ് കംപ്ലീറ്റ് നിന്ന ശേഷം മാത്രമേ മൂടി വെക്കാവുള്ളൂ കേട്ടോ. ബാക്കി ഭാഗം നമുക്ക് മാവ് പോലെ കിടക്കുള്ളൂ കേട്ടോ നമ്മൾ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫുള്ള് ഹോൾസും വന്നതിന് ശേഷം നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അപ്പം കിട്ടും. കണ്ടോ, നിറയെ ഹോൾസ് വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടില്ലേ. അപ്പം നിങ്ങൾ ആ ബാറ്ററിൻ്റെ വെള്ളത്തിൻ്റെ അളവും ഒക്കെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്കിതുപോലെ കിട്ടുള്ളൂ. അപ്പം ഇനി ഞാൻ മുഴുവനും ഉണ്ടാക്കിയെടുത്തതിന് ശേഷം കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അപ്പതാറ മുഴുവനും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് നിറയെ ഹോൾസ് വന്നിട്ടുള്ള ഒരു അപ്പാണ് കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ആക്കി നോക്കുക. 1 ടീസ്പൂൺ ഉഴുന്ന് മാത്രം നമ്മൾ ചേർത്തിട്ടുള്ളൂ. നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും വേണ്ടിയിട്ട് മറക്കല്ലേ. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ പല വെറൈറ്റി ആയിട്ടുള്ള അപ്പത്തിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി അപ്പത്തിൻ്റെ റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ നിങ്ങൾ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരിക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ ഈ ഒരു അപ്പം ചുടുന്ന സമയത്ത് തന്നെ നമുക്കൊരു നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ. നമ്മുടെ ആ തേങ്ങ ഒക്കെ ചേർത്തതിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തരിക കേട്ടോ. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.